ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് താർവാറാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ മുരുടേശ്വറിൽ നിന്ന് വന്ന റൂം എടുത്ത് ഇവിടെ താർവാർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ റൂം ഉണ്ടായിരുന്നു. ഇവിടെ അടുത്താണ്. ഞാൻ അടുത്ത് നേരെ ഗോവയിലേക്ക് നമ്മുടെ അച്ചു റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഗോവയ്ക്കുള്ള ട്രെയിൻ കയറി. ഇനി 1 മണിക്കൂറിൽ ഗോവ എത്തും. അപ്പോൾ ഗായ്സ്, നമ്മൾ ഗോവ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടി നോക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. 2 ദിവസത്തേക്ക് വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ വണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ആക്റ്റീവ ഗായ്സ്, ഈ വണ്ടിക്ക് റെന്റ് വരുന്നത് 600 രൂപയാണ്. അല്ല 400 രൂപയാണ് ഒരു ദിവസത്തേക്ക് വരുന്നത്. നമ്മൾ 2 ദിവസത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി നോക്കിയിട്ട് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിലാണ്. നമുക്ക് അത് ഈ വണ്ടി ചോദിച്ചിട്ട് വീഡിയോ കൊടുക്കണം. അതുപോലെ തിരിച്ചതിന് കൊടുക്കുമ്പോൾ കംപ്ലയിൻറ്റ് ഇല്ലാണ്ട് വേറെ നമ്മുടെ തലയിൽ വെച്ചുവിടും. ഗായ്സ്, അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഫുള്ള് വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മളിത് നേരെ ഇവിടുന്ന് സൗത്തേക്ക് പോകാൻ. ഗായ്സ്, നമ്മൾ ഫൈനലി വണ്ടി എടുത്തു. നമ്മൾ പെട്രോൾ അടിക്കാൻ വന്നു. ഇവിടെ പെട്രോൾ പമ്പൊക്കെ റയറാണ് തോന്നുന്നത്. നമ്മൾ 350 പെട്രോൾ അടിക്കാൻ പോകും. $96 രൂപയുള്ളൂ ഇവിടെ പെട്രോൾ. ഗായ്സ്, നോർത്ത് ഗോവ പോണ വഴിയിൽ ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ച് നോക്കി. ഒട്ടും കൊള്ളില്ല, നല്ല ടയേർഡായി. ഇതവിടെ കുടിച്ച് നോക്കിയത് സാധനം പച്ചവെള്ളം വഴിയുണ്ട്. ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഗോവയിലൊരു ഓൾഡ് ഗോവയിലെ ഒരു ചർച്ചിലാണ്. ഗായ്സ്, ഈ സൈഡൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇപ്പുറത്തൊരു ചർച്ചുണ്ട്. 15th സെഞ്ച്വറിയിലൊക്കെയാണ് നിർമ്മിച്ചത്. കുറേ പഴക്കമുള്ള പരിപാടിയാണ്. നമുക്കുള്ളിൽ പോയി നോക്കാം. ഗായ്സ്, ഇവിടെ കുറേ കപ്പിൾസൊക്കെ ഉണ്ട്. കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നീല അങ്ങോട്ട് പോയല്ലോ. ഇതിൻ്റെ പുറകിലെ കാഴ്ചയാണിത്. അപ്പോൾ ഗായ്സ്, പുറകിന്നും ഇത്രേനുള്ളൂ വ്യൂ. വാമ്പ സെറ്റപ്പാണ്. അതെ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ. ഏഷ്യൻ്റെ സാധനങ്ങളൊക്കെ ഗായ്സ്, ഇങ്ങനത്തെ കുറേ കടകളുണ്ട് ഇവിടെ. ഇതിൻ്റെ ഉള്ളിലുള്ള വ്യൂ ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളൊരു പള്ളിയുണ്ട്. നല്ല ടയേർഡായി. എനർജി പക്ഷേ ഇവിടെ കൂടുതൽ കപ്പിൾസൊക്കെ ഉണ്ട്. ഫുള്ള് കപ്പിൾസാണ്. പിന്നെ അപ്പോൾ ഗായ്സ്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ പുറത്തേക്ക് കുറച്ച് ഇരിക്കാൻ പറ്റുന്ന പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ളൊരു സെറ്റപ്പാണ്. അല്ലാതെ ഇവിടെ വലിയ കടകൾ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ചില്ലടിക്കാൻ പറ്റിയ സ്ഥലമാണ്. നിഖിൽ അവിടെ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കണം ഒരു ഗ്രൂപ്പിന്. എന്തൊക്കെയോ ഇംഗ്ലീഷ് 19 പറയുന്നുണ്ട്. അവർക്ക് മനസ്സിലാവണമില്ല. ഗായ്സ്, നമ്മളിവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാ. ബൈ.